നെൽകൃഷി എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാടം ഒന്നിനും ഒന്നിനും ശരിയല്ലാത്ത രീതിയിലോട്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ വൈക്കോല് കിട്ടേണ്ട സമയമായിരുന്നു. ആ സമയമാണ് വെള്ളത്തോടു കൂടി നമുക്ക് കൊയ്യേണ്ട അവസ്ഥയായി. അപ്പോൾ വൈക്കോലൊന്നുമില്ല, എല്ലാം ആ ചേറിൽ പൂണ്ട് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും നെൽകൃഷി കർഷകർ മാറി ചിന്തിക്കാൻ തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. കൃഷിയോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടില്ല, പക്ഷേ കൃഷി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാത്രം തരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം ഇനി മഞ്ഞളോ ഇഞ്ചിയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റം വെക്കാനായിട്ട് മാറ്റാൻ പോവുക. അപ്പോൾ JCB നീലേട്ടൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടെന്ന് JCBക്കാരൻ കണ്ടത്തിലോട്ട് ഇറങ്ങിയിട്ട പകുതി കണ്ടം കൃഷിയായിട്ടും ബാക്കി പകുതി മഞ്ഞൾ, കൂവ അങ്ങനത്തെ ചെറിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ കറക്റ്റ് നമ്മൾ കണ്ടത്തിനെ പകുതിയായിട്ട് ഭാഗിച്ചിട്ട് ചെറിയ ചെറിയ തടങ്ങൾ എടുക്കാൻ പോവാണ് കേട്ടോ. എന്തായാലും ഈ ഒരു കൃഷി എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. കാരണം നെൽകൃഷി എപ്പോഴും ചെയ്ത് നമുക്ക് പിന്നും പരാജയം നേരിടുന്നേക്കാളും നല്ലത് ഒന്ന് മാറി ചിന്തിക്കണോണ്ട് തെറ്റില്ലല്ലോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കി തരാനോ അതിനോ ഒന്നുമല്ല, പക്ഷേ നമുക്ക് ഈ വിളയൊന്ന് മാറ്റി നോക്കാം എന്നൊരു ചെറിയൊരു മോഹം. അപ്പം നമ്മൾ കുറച്ച് മഞ്ഞളും അതുപോലെ ഇഞ്ചിയുടെയൊക്കെ വിത്തൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കൂവ. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഈ തടെടുക്കലാണല്ലോ. ഇതെന്തായാലും നമുക്കൊരു പണിക്കാരെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കഴിയില്ല. JCB ആവുമ്പോൾ വേഗം പണി കഴിച്ച് അവരവരുടെ കാര്യം നോക്കിപ്പോകും. പണിക്കാരുടെ കാല് പിടിക്കാനോ ചായ, കാപ്പി, ഭക്ഷണം, കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് JCBക്കാർക്ക് വേണ്ട. അവർ പറയുന്ന മണിക്കൂറിനുള്ള കാശ് അങ്ങോട്ട് കൊടുത്താൽ പ്രശ്നം തീർന്നു. ഇതിൻ്റെ പുറകിൽ നമുക്ക് നിൽക്കും വേണ്ട, വൃത്തിയിൽ അവർ ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ JCB ആണ് എല്ലാം കൊണ്ടും നല്ലതെന്ന് വിചാരിച്ചത്. JCB ഡ്രൈവറെ ഇറക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഉച്ചയ്ക്കാണിത് വന്നത്. അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിറ്റേ ദിവസം രാവിലെയും കൂടി ആയിട്ടാണ് JCB ഈ ഒരു പാടം നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിലേക്ക് ആക്കി തന്നത് കേട്ടോ. അപ്പോൾ അവർ ഓരോന്ന് ചോദിക്കുകയാണ് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് പാടം പകുതിയാക്കണമെന്ന്. അപ്പോൾ ഒരു വരമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വരമ്പ് വെക്കുകയാണ് അറ്റത്ത്. അതിനുള്ള സെറ്റപ്പ് ഇങ്ങനെയുള്ള അയാൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡീസൽ കാര്യങ്ങളൊക്കെ ഒഴിക്കേണ്ട ഒരു ടൈമാണ് എടുക്കണം. ഈ സമയത്തൊക്കെ കണ്ടത്തിൽ ഇങ്ങനെ വൈക്കോൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വർഷം വളരെ മോശമായിപ്പോയി. കണ്ടം നമ്മൾ വിചാരിച്ചതിന് വേറെ രീതിയിലോട്ടായി മാറി. ശരിക്കും വെള്ളത്തിലാണ് നമ്മൾ കൊയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ പകുതി നെല്ലും കണ്ടത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിളവ് കറക്റ്റ് ആവാണ്ടുള്ള രീതി. നെല്ലിന് വില ഭയങ്കര കുറവ്, പക്ഷേ ആ അരി നല്ല വിലയാണ്. അപ്പോൾ നെല്ലിന് എന്തുകൊണ്ട് വിലയില്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് കുറേ നാളായി ഉണ്ടായിരുന്നു. ഒന്ന് മാറി ചിന്തിക്കണോണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതാ 8 ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത്, 8 തടായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിലേക്കുള്ള വിത്തും കാര്യങ്ങളൊക്കെ ശേഖരിച്ചു. നമ്മൾ അതിലേക്കുള്ള പണി തുടങ്ങിയിട്ടാണ്. അപ്പോൾ കൂർക്ക നട്ടു. അപ്പോൾ കൂർക്കയ്ക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ആൾക്കാർ നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓലയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക. ചുറ്റും നമ്മൾ വേലിയോ കാര്യങ്ങളോ കെട്ടാത്തത് കൊണ്ട് തന്നെ ആളുകളെല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകണ്ടായിരുന്നു. അങ്ങനെ ഒരു വരമ്പ് കണ്ടിട്ടും ആൾക്കാർ നടന്നു പോകണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറേ പേരോടൊക്കെ പറഞ്ഞു അതിൽ നടക്കരുതെന്ന്. അപ്പം നമ്മൾ ആ കൂർക്കയൊക്കെ വെച്ച് ഞാൻ വെള്ളം കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് മുള വരാൻ വേണ്ടി നനച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് പാടത്ത്. ശരിക്കും ഇതൊരു കൃഷിയേക്കാളും കൂടുതൽ നമുക്കൊരു കായികാധ്വാനം കൂടി നല്ലതാണ്. ഇന്നത്തെ കാലത്ത് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നിനൊന്നും മീതെ വരികയാണ്. അപ്പോൾ ശരീരത്തിന് ഒരു വ്യായാമത്തിന് വൈകുന്നേരം കണ്ടത്തിലോട്ട് ഇറങ്ങണതും ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കൃഷികൾ നമ്മൾ സ്വയം ചെയ്യുന്നതിലൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയും കൂടി ഉണ്ട്. ഏത് സമയം വീടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അസുഖങ്ങളോ മനസ്സിനോ ഒന്നും ശരിയായ രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ മൈൻഡ് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് നല്ല വേള കിട്ടുമ്പോൾ സന്തോഷം കാര്യങ്ങളും അങ്ങനെയെല്ലാം. അപ്പോൾ സൈഡിലോട്ട് വീണ മണ്ണും കാര്യങ്ങളൊക്കെ നീലേട്ടൻ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കോരി കയറ്റുകയാണ് കേട്ടോ. ഇത് വെയിലാറിയ സമയമാണ്, ജോലി കഴിഞ്ഞ് വന്ന സമയമാണ്. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വെയിലില്ല. എന്തൊക്കെ പറഞ്ഞാലും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കണേക്കാളും സുഖം പാടത്ത് വന്നിരിക്കണത് തന്നെ.